told your friend you're not okay? And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഒരു പുതിയ ഫോൺ മേടിക്കുന്നത് ഒന്നെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയിരിക്കും. നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ചിട്ട് ഡാമേജ് ആണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റിന് കൊടുക്കുമ്പോൾ അത് മിക്കവാറും ഒരു ടെക്നീഷ്യൻ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യും. റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് അവർ എടുത്തിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും, ഫോൺ മാറ്റിക്കിട്ടുമെന്ന് വെച്ചിട്ട്. പക്ഷേ ചില സമയത്ത് ഇത് ക്യാൻസലാക്കി കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ കമ്പനിക്കാർക്ക്. അങ്ങനെ ക്യാൻസലാക്കി ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് ചെയ്യുമ്പോൾ പിന്നീട് അവർ റിക്വസ്റ്റ് എടുക്കും. ഈ പറയുന്ന പോലെ 1-2 പ്രാവശ്യം ഇങ്ങനെ റിക്വസ്റ്റ് എടുക്കുന്നു, ക്യാൻസലാക്കുന്നു, റിക്വസ്റ്റ് എടുക്കുന്നു, ക്യാൻസലാക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ പൈസ വരെ റീഫണ്ട് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാനൊരു വക്കീലൊന്നുമല്ല, ഞാൻ വേറൊരു സാധാരണക്കാരാണ്. എനിക്ക് വലിയവരുടെ ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയില്ല, ഉള്ളതുപോലെ തന്നെ പറഞ്ഞ്. പിന്നെ നമ്മളിവിടെ നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നമ്മുടെ കമ്പനിക്കെതിരെ പരാതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന്. ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ പരാതിയുടെ കാര്യങ്ങൾ ഫുള്ള് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. എന്നിട്ട് അതാണ് നമ്മൾ പരാതി കൊടുക്കാൻ പോകേണ്ടത്. നമ്മളിവിടെ പരാതി കൊടുത്തു കഴിയുമ്പോൾ കമ്പനിയിൽ നിന്ന് എന്തായാലും ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും കോൾ വരുന്നത്. പക്ഷേ നിങ്ങൾ മലയാളം മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ, മലയാളത്തിൽ കോൾ ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് തീർച്ചയായിട്ടും മലയാളത്തിൽ നിങ്ങൾ വിളിക്കും. കാരണം നിങ്ങൾ കമ്പനിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് കമ്പനിക്ക് മലയാളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമുണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് കോൾ വന്നു കഴിയുമ്പോൾ ആ വിളിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറയണം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എന്നെ വിളിക്കണം, വേറൊരാൾ വിളിക്കരുത്. കാരണം എനിക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. പുതിയ ആളാണെങ്കിൽ നമുക്ക് ആദ്യം മുതൽ പറയണം, നിങ്ങൾ തന്നെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങൾ തന്നെ വിളിക്കുകയും ചെയ്യും. നിങ്ങളുടെ പൈസ റീഫണ്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റോ 100% കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കൺസ്യൂമർ ഫോറത്തിൽ എങ്ങനെ ഒരു പരാതി കൊടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം. അതുപോലെ കൺസ്യൂമർ ഫോറത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലവും മറ്റു ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാറ്റഗറി ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ കൊമേഴ്സാണ്. നിങ്ങൾ മൊബൈൽ കമ്പനിക്ക് എതിരെയല്ല പരാതി കൊടുക്കേണ്ടത്, നിങ്ങൾ മേടിച്ച സൈറ്റിൻ്റെ എതിരെയാണ് പരാതി കൊടുക്കേണ്ടത്. അതുകൊണ്ട് കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്നാണ് സാധനം എടുത്തത് ആ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുന്നു. പിന്നീട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഓർഡർ നമ്പറും ഡേറ്റും മറ്റു ഡീറ്റെയിൽസും പൈസയുടെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അതൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഡീലർ ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ മേടിച്ച ആ ഒരു കമ്പനിയുടെ പേര് തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കിയിട്ട് വിട്ടാൽ മതി. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ നിർബന്ധമായിട്ട് അതിനകത്ത് വെച്ചിരിക്കണം. അതിനകത്തായിരിക്കും അവർ കോൾ വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡോക്യുമെൻ്റ് കൊടുക്കാണ്ട് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വേറൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി പോയിട്ട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കും. ചില സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഡോക്യുമെൻ്റ് കൊടുക്കാൻ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ വേറൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്, നമുക്ക് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സൈറ്റിലേക്ക് ചെല്ലാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൺസ്യൂമർ ഫോറം ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഡോക്യുമെൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒരു അപ്ഡേറ്റ് വരും, നിങ്ങൾക്കൊരു മെയിലൊക്കെ ലഭിക്കും. അതിനുശേഷം SMS നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കമ്പനി നമ്മൾ വിളിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കുന്നു. ഇനി നിങ്ങളെ കേസ് ജയിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കുക, നിങ്ങൾ ജയിച്ചാലും തോറ്റാലും. പക്ഷേ നിങ്ങൾ തോക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തോക്കില്ല. എന്തായാലും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു കമൻറ്റ് വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്തണം. എങ്കിൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാകും. കാരണം നമ്മളിവിടെ കേസിന് പോയി കഴിഞ്ഞാൽ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. നിങ്ങൾക്കതിന് പ്രത്യേകിച്ച് ചാർജും മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങളുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. എന്തിനാണ് നിങ്ങൾ കമ്പനിയുടെ പുറകെ വിളിച്ച് വെറുതെ നെഗറ്റീവ് അടിച്ചിരിക്കേണ്ടത്? ജസ്റ്റ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പൈസ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ കൺസ്യൂമർ ഫോറത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് പല വീഡിയോ ചെയ്തിട്ടുണ്ട്. പലർക്കും ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പൈസ തിരിച്ചിട്ടുണ്ട്. അവർ ആ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു.